ഹായ് ഫ്രണ്ട്സ്, സർക്കാർ ജോലി സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. അടുത്തയിടയിൽ നമ്മൾ എഴുതിയ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് LD ക്ലർക്ക് പരീക്ഷ. LD ക്ലർക്ക് പരീക്ഷയുടെ സാധ്യതാ പട്ടിക ജനുവരി ഫെബ്രുവരിയിൽ ഉണ്ടാകും. വിവിധ വകുപ്പുകളിൽ ക്ലാർക്ക് നിയമനത്തിനുള്ള പുതിയ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ PSC ഊർജിതമാക്കി. എല്ലാ ജില്ലകളുടെയും മൂല്യനിർണ്ണയം പൂർത്തിയായി. ഓരോ ജില്ലയിലെയും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ എണ്ണവും തീരുമാനിച്ചു. അതിൻ്റെ ആ ഒരു നടപടിക്രമം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. എത്ര പ്രതീക്ഷിക്കുന്ന വേക്കൻസി ഉണ്ടോ അതിൻ്റെ കൂടെ 10% ആൾക്കാരെയും കൂടെ അഡീഷണൽ ഉൾപ്പെടുത്തിയായിരിക്കും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യഘട്ട പരീക്ഷകൾ നടന്ന ജില്ലകളിൽ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരോട് രേഖകൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരീക്ഷ എഴുതിയവർ പ്രൊഫൈൽ മെസ്സേജുകൾ ശ്രദ്ധിക്കുക. അത് പരിശോധിച്ച് നിങ്ങൾക്ക് മെസ്സേജ് വന്നോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിശ്ചിത തീയതിക്കകം തന്നെ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അതാണ് അതിലെ പ്രധാന കാര്യം. നമ്മുടെ കൺഫർമേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് അനുസരിച്ചിട്ട് മൊബൈലിലല്ല പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം പിന്നീട് അതിനുള്ള അവസരം കിട്ടില്ല. മുൻപ് പ്രൊഫൈലിൽ രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പ്രൊഫൈൽ പരിശോധിച്ച് അപ്ലോഡ് ചെയ്ത രേഖകൾ ശരിയാണോയെന്നും രേഖകളുണ്ടോ എന്നും ഉറപ്പാക്കണം. അല്ലാത്തവർ രേഖകൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ജനുവരിയിലോ ഫെബ്രുവരിയിലോ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നേരിട്ടുള്ള പ്രമാണ പരിശോധന, അതായത് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ 500 വേക്കൻസിയാണ് ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ 10% 550 കുട്ടികളെ ഉൾപ്പെടുത്തുന്ന മെയിൻ ലിസ്റ്റായിരിക്കും പ്രസിദ്ധീകരിക്കുക. അതിനു മുൻപ് ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ എത്ര കട്ട് ഓഫ് വരണം എന്നൊക്കെ ഉള്ളത് ഈ 550 ബേസ് ചെയ്ത് തീരുമാനിക്കും. അപ്പോൾ ആ ഒരു നിഗമനമനുസരിച്ചാണ് ആദ്യം പരീക്ഷ നടന്ന ജില്ലകളിൽ ഇപ്പോൾ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് കിട്ടിയവർ ഡോക്യുമെൻറ്റ്സ് എത്രയും വേഗം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടല്ല നമ്മുടെ പ്രമാണ പരിശോധന. സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രമാണ പരിശോധനയ്ക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഹാജരാവേണ്ടി വരും. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് 2025 ജൂലൈ 31 അവസാനിക്കും. തൊട്ട് പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 1 തന്നെ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരുന്ന വിധത്തിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ LDCയെക്കുറിച്ചുള്ള വാർത്ത ഇതാണ്. അടുത്ത LD ക്ലർക്ക് പരീക്ഷ ഒരുപക്ഷെ 2025 വിജ്ഞാപനം വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു LDCയുടെ സാധ്യതാ ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടേ നമുക്കത് ഉറപ്പ് പറയാൻ സാധിക്കൂ. ലിസ്റ്റിൻ്റെ കാലാവധി 2 വർഷമാണെങ്കിൽ ഉറപ്പായിട്ടും 2025 ഒരു വിജ്ഞാപനം കൂടി ഉണ്ടാകും. അത് വയസ്സ് അല്ലെങ്കിൽ പ്രായപരിധി എക്സീഡ് ചെയ്യുന്നവർക്ക് ഒരു സുവർണ അവസരമായിരിക്കും. നന്നായി വിനിയോഗിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.